Next, question number 7. See, atomic mass of carbon 12 is 12 AMU and that of carbon 13 is 13.003354 AMU. The required energy to remove a neutron from carbon 13 if the mass of neutron is given. സി ഇവിടെ മാസ് ഡിഫക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് എനർജിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ മാസ് ഡിഫക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിന്റെ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതാം. വി ഹാവ് കാർബൺ 13 സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് കാർബൺ 12 പ്ലസ് ഒരു ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫൈനലി വരുന്ന ആളുകളുടെ മാസ് കാർബൺ 12ന്റെ മാസ്സായ 12 AMU പ്ലസ് ഒരു ന്യൂട്രോയുടെ മാസ്സായ 1.00865 AMU. ദെൻ പാരന്യൂക്ലിയന്റെ മാസ് നോക്കുന്ന സമയത്ത് അത് കാർബൺ 13 അല്ലേ, കാർബൺ 13ന്റെ മാസ് 13.00334. സോ 54 AMU. സോ ഇത് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ മാസ് കുറവാണ്, ഇവിടെ മാസ് കൂടുതലാണ്. അപ്പൊ ആ ഡിഫക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് എനർജിയിലേക്ക് എത്താൻ പറ്റും. സോ ഡിഫക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. That is 13.00865 minus 13.00334. So that is equal to 0.00531 AMU. ഇനി നമുക്ക് എനർജിയിലേക്ക് വരാം. സി, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 AMUന് കറസ്പോണ്ടിങ് ആയ എനർജി എന്ന് പറയുന്നത് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് മാസ് ഡിഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ എം ഇൻറ്റു 931.5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് എനർജി. അത് ജൂളിലേക്ക് ആക്കണമെങ്കിൽ പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, പക്ഷെ നമ്മൾ ഓപ്ഷൻസ് AMU തന്നെയാണ്. അപ്പോൾ 0.00531.4 ഇൻറ്റു 931.5 mega electron volt. By calculating this, you will get 4.95 mega electron volt. That is option 4 is the right answer. Clear alle?